ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ. തമിഴ്നാടും ലക്ഷദ്വീപും ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. 1625 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടന്നത്. ലക്ഷദ്വീപിനും തമിഴ്നാടിനും പുറമെ പുതുച്ചേരിയിലും ആൻഡമാനിലും ഉത്തരാഖണ്ഡിലും 5 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നാളെ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നാളെയാണ്. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. 26-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 29 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മെയ് 13-നാണ് വോട്ടെടുപ്പ്. ജനാധിപത്യ ഉത്തരവാദിത്തം തിരിച്ചറിയണമെന്നും വോട്ടെടുപ്പിൽ പങ്കാളികൾ ആകണമെന്നും രാജ്യത്തെ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഓരോ വോട്ടും നിർണായകമാകുന്ന അവസരങ്ങൾ ഉണ്ടാകാമെന്നും അതിനാൽ തങ്ങളുടെ വോട്ട് വില കുറച്ച് കാണരുതെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ശ്രീ രാജീവ് കുമാർ. തിരഞ്ഞെടുപ്പുകളിൽ EVM വോട്ടുകളും VVPAT സ്ലിപ്പുകളും പൂർണ്ണമായും പരിശോധിച്ച് ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേട്ടത്. VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായി ഒത്തുനോക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു. കേരളത്തിലെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് EVM രേഖപ്പെടുത്തിയെന്ന മാധ്യമ വാർത്ത സംബന്ധിച്ച പരാതി പരിശോധിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കാസർഗോഡ് മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്ക് പോളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു. തിരഞ്ഞെടുപ്പിനായി EVM സജ്ജമാക്കുന്ന പ്രക്രിയയാണ് കമ്മീഷനിംഗ്. സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് പ്രക്രിയ നടക്കുന്നത്. ഇത് പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള ഇത്തരം സന്ദേശങ്ങൾ നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെയും അവ പങ്കുവയ്ക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. UAEയിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അബുദാബി, ഷാർജ, ദുബായ് വിമാനത്താവളങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചു. കാലാവസ്ഥാ പ്രക്ഷുബ്ധത അവസാനിച്ചതായി UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇന്നലെ രാവിലെയോടെയാണ് ശമനമുണ്ടായത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. UAEയിലെയും ഒമാനിലെയും പ്രളയബാധിതർക്ക് കേരള സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംഘടനകളും ലോക കേരള സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലയുടെ നവജാത ശിശുക്കൾക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അമിത അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന പരാതി പരിശോധിച്ചു വരികയാണെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച കണ്ടെത്തലുകൾ വിദഗ്ധ സമിതിക്ക് മുന്നിൽ വയ്ക്കുമെന്ന് FSSAI അറിയിച്ചു. നവജാത ശിശുക്കൾക്കും 2 വയസ്സുവരെയുള്ള കുട്ടികൾക്കുമായുള്ള നെസ്ലയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അമിത അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന സ്വിസ് അന്വേഷണ സംഘടനയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ആലപ്പുഴയിലൊഴികെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന, എടത്വ എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധിത പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും കൊന്ന് മറവ് ചെയ്യുന്നതടക്കമുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആലപ്പുഴ ജില്ലാ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. വയനാട് സുഗന്ധഗിരിയിലെ മരംമുറി സംഭവവുമായി ബന്ധപ്പെട്ട സൌത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷജന കരീം, കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, ഗ്രേഡ് ഡെപ്യൂട്ടി ബീരാൻകുട്ടി എന്നിവരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ വനഭൂമിയിൽ നിന്ന് 126 മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ സസ്പെൻഷനിലാകുന്ന വനം വകുപ്പ് ജീവനക്കാരുടെ എണ്ണം 9 ആയി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.